ചേർക്കുമ്പോൾ മധുരം പ്രേമം തിരയെഴുതും മണ്ണേ ഒരു കാവ്യം. നിറപറ കവിയുമൊരഴകേ ഇതൾ മിഴി എഴുതിയ കുളിരെ കവിതകൾ നിന്നെ തേടിപ്പോരില്ലേ. മിഴികളില്ലയോ പ്രണയ സമുദ്രം, അരികിലൊരാകാശപ്പൂവനില്ലേ തിരയെഴുതും മണ്ണേ ഒരു കാവ്യം. ഉണരുമൊരു ഇരുന്നു മൊഴിയായി സിരകളിൽ ഒരു സുഖലയമായി ഇടവഴി കാത്തായെന്നും പോരില്ലേ. പകലിനു ചിറകളിൽ തളരും ഇരവുകൾ ഇണകളെ അറിയും അതുവരെ എന്നും കാത്തു നിൽക്കില്ലേ. പുതുമകളോരോന്നാം നാം അറിയില്ലയോ, പുലരികളോരോന്നും നേരറിയില്ലയോ. അതുവരെ നാം എന്നും കാമം കരയില്ലേ. തിരയെഴുതും മണ്ണിൽ ഒരു കാവ്യം, കര പറയും പൊന്നേ ഇത് പ്രേമം. മലർ വിരിഞ്ഞാലും കണ്ണേ മഴ പൊഴിഞ്ഞാലും മാറിൽ ചേർക്കുമ്പോൾ മധുരം പ്രേമം, മാറിൽ ചേർക്കുമ്പോൾ മധുരം പ്രേമം. മാന്യനായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ചേട്ടൻ എന്ത് ഭാവിച്ചിട്ടാ ആ പെണ്ണിന്റെ പൂരി ചുറ്റി നടക്കണത്? അവളൊരു പാവാടാ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്തൊന്നും മിണ്ടാത്തെ? ഒരു പെണ്ണും ആണും തമ്മിൽ മിണ്ടിയാൽ എന്ത് ബന്ധമാ? ഞങ്ങൾ ഫ്രണ്ട്സാടാ. സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാ, ചേട്ടനെ മാനം കെടുത്തി ജീവിതം തൊലച്ച് പ്രതികാരം ചെയ്യാനാണ് നടക്കുന്നത്. അറിയോ? വാസുവേട്ടൻ എങ്ങാനും അറിഞ്ഞാൽ, ലക്ഷ്മി അറിഞ്ഞാൽ എന്തുത്തരം പറയും? അത് ശരി. ഇങ്ങനെ ഒരു സംഭവം നടന്ന കല്യാണം നടക്കില്ല എന്ന് വിചാരമാ നിനക്ക്? എടാ, നിന്നെ എന്നെയും ശരിക്കും ലക്ഷ്മിക്ക് അറിയാവുന്നല്ലേ? അതെ. എന്നാലും പെണ്ണല്ലേ ജാതി. തെറ്റിദ്ധരിച്ച് പിന്മാറാൻ അധികം കാലതാമസമൊന്നും വേണ്ട. വേണ്ട. ഇനി എന്നെ ഉപദേശിച്ച് വഷളാക്കണ്ട. എന്റെ കുഴപ്പം കൊണ്ട് ആ കല്യാണം നടക്കാതിരിക്കണ്ട. വാസുവേട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. പെമ്മക്കള് പ്രായമായി വരുമ്പോ അച്ഛന്റെ നെഞ്ചില് തീയാ. ശരിയാ. ധാരാളം ആൾക്കാർ പഞ്ചറോട്ട് ചെയ്യാൻ വന്ന സ്ഥല. എന്തെങ്കിലും സംഭവിച്ചാ നാണക്കേടാ. ഒത്തിരിക്കുന്ന പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. നീ ഇങ്ങനെ കെട്ടാതെ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം ഉറപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതൊന്നും നോക്കണ്ട വാസുവേട്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചില ചിറ്റുകളികളൊക്കെ എനിക്കറിയാം. അത്ത പൂവത്തൊരു ചേലാണ് പെണ്ണു തൊടുത്തൊരു. നമുക്കിത് ഒന്നിച്ച് നടത്തിക്കൂടെ? അതൊക്കെ നടക്കുമ്പോ നടക്കട്ടെ വാസുവേട്ട. അതെ, ഇത് ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോവാ. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവൾക്ക് എന്ത് വിരോധം? അവനെ കുറിച്ച് പറയുമ്പോ അവൾക്ക് 1000 നാവാ. എന്താടി ഇങ്ങ വാ. ഇവക്ക് എന്ത് പറ്റി? ഒരു കാര്യം പറയുന്ന രഹസ്യമാ. പറയടി. അത് പറയടി. ഉണ്ണീട്ടിനെ എന്നെയും കല്യാണം തീരുമാനിക്കവര്. ഇതാണോ കാര്യം? നിന്റെ ഭാഗ്യടി.
ഉണ്ണി വലിയ വക്കീലായപ്പോ ഇനി ഇതൊന്നും നടക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഉണ്ണിയേട്ട പാവാ, എനിക്കറിയാം. ഉണ്ണിയേട്ടൻ എന്നെ വലിയ ഇഷ്ടമാണ്. നിന്റെ നാവ് പൊന്ന പറഞ്ഞു തിരുമുമ്പേ കക്ഷി എത്തി. എന്താ അത് അവിടെ കല്യാണം തീരുമാനിക്കാം. ആര്? ബാലേട്ടനും അച്ഛനും കൂടി. അത് ശരി. അപ്പൊ ഇന്നലത്തെ വരട്ടിലെ ഏറ്റവും സാരം. എത്ര നാളായിട്ട് കാത്തിരിക്കാന്നറിയോ? എന്നിട്ട് ഇതേക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. അറിയാലോ, പിന്നെന്തിനാ പറയണേ? നവംബർ ആ നവംബർ 26 നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്നായാലോ വിരോധമുണ്ടോ? വിരോധമുണ്ട്. എന്റെ ഏട്ടാ ഇതൊക്കെ എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത്? നല്ല ആൾക്കാരാ. കല്യാണം ഉറപ്പിക്കുമ്പോ എന്നെ കൂടി ഒന്ന് അറിയിക്കണ്ടേ? എന്തിന്? നിന്നെ ശരിക്കും അറിയാവുന്ന ഞങ്ങൾക്ക് നിന്നോട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഒരു ചടങ്ങെന്ന നിലയിൽ ചോദിച്ചേക്കാം. ലക്ഷ്മിയെ നിനക്ക് ഇഷ്ടമാണല്ലോ. ഓ, എന്തായാലും ചോദിച്ചല്ലോ, സന്തോഷായി. എന്റെ ബാലേട്ടന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിയുമ്പോ ഈ പാവം ബാലേട്ടനെ മറക്കരുത്. ഞങ്ങളുടെ കല്യാണോ? ബാലേട്ടൻ എന്തീ പറയണേ? നീയും ലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. ബാലേട്ടനും ലക്ഷ്മിയായിട്ടുള്ള കല്യാണം ഞാൻ കരുതിയത്. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നിനക്ക് ലക്ഷ്മി ഇഷ്ടമല്ലേ? ഇഷ്ടാണ്, എന്റെ ഏട്ടത്തി പോലെ. എടാ, ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും തന്ന് നമ്മളെ കൂട്ടുകാരെ പോലെ കൂടെ കൂട്ടി വളർത്തിയതായി വാസുവട്ടൻ. ഇവള് നിന്നെ ഒരുപാട് മോഹിച്ചതാടാ. എനിക്കറിയാം, നിനക്ക് ഇവളെ ഇഷ്ടമായിരുന്നു. നീ വലിയ വക്കീലായപ്പോ ഇവൾ ആരും അല്ലതായല്ലേ? ബാലേട്ടൻ, വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നീ എതിര് പറയരുത്. എന്റെ കല്യാണ കാര്യത്തിൽ ആരും ഇടപെടരുത്. എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എടാ ഉണ്ണി, നിൽക്കാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. വേണ്ട, എന്റെ ലക്ഷ്മി അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. വാസുട്ടാ, എന്തൊരു ദുരന്ത ഭഗവാനെ ഇത്. ഈ കുട്ടിക്ക് ഇങ്ങനെ ദുർബുദ്ധി തോന്നാൻ എന്താ കാരണം? പലരും പലതും നേരാണോ നോണയാണോന്ന് അറിഞ്ഞൂടാ. നേരെ തന്നെ. ലോറി ഡ്രൈവറെക്കാൾ വലിയ ബന്ധം കിട്ടിയതിന് കൊണ. ഒച്ച വയ്ക്കരുത്, ഇതൊരു മരണസ്ഥല. എല്ലാം വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ലടാ. ദേ ഈ നിക്കണോന്റെ അനിയൻ വക്കീല് വയറ്റിലുണ്ടാക്കി കാല് മാറിയിട്ടാ പെണ്ണ് എത്തത്. അനാവശ്യം പറഞ്ഞാലുണ്ടോ? ഇവരുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കണം. പട്ടി തെണ്ടി പറഞ്ഞ് കേട്ടില്ലേ? ആഹാ, ഈ നേരത്തെ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? വാസുവേട്ടന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായടാ? ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഞാൻ പോവില്ല. എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന്. ആഹാ, ഇനിയും ഞാനത് വിശദീകരിക്കണോ? എല്ലാം തുറന്നു പറയണം. കാര്യമറിയാതെ സംസാരിച്ച് ഇല്ലാത്ത കുറ്റം അടിച്ചേൽപ്പിച്ചാലുണ്ടല്ലോ, ചേട്ടനാണെന്ന് ഞാൻ നോക്കില്ല. നിനക്കെന്നെ തല്ലണടാ. അത് പറയാൻ നീ ആരാ? മാറാ മുമ്പിൽ നിന്ന്. ഉണ്ണി ചോദിച്ചില്ല എന്ത് തെറ്റ് ചെയ്തെന്ന്. പറ, എന്നിട്ട് തല്ലുകൊല്ല്. ഈ മരണത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് എനിക്ക് തെളിയിക്കണം. എല്ലാവരും അറിയണം. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു പെണ്ണോട്ട് ഇഷ്ടത്തില്ല. ഒരു പെണ്ണിനെ ഭാര്യയെ മനസ്സിൽ കണ്ടിട്ട് വേറൊരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കൊള്ളാം, അസലായി. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനുള്ള അളവല്ലേ? അല്ല. പിന്നെ ഏത് പെണ്ണിനെയാണ് നീ പ്രേമിച്ചത്? പറയടാ. ഈ നിൽക്കണ ഈശ്വര മക്കളുടെ മകൾ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില്ല. നീ മിടുക്കനാടാ, മിടുക്കൻ. നിനക്കിപ്പോ പഠിപ്പുണ്ട്, തൊഴിലുണ്ട്. ഇനി വേണ്ടത് വലിയടത്തൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. വേണ്ട, ഇതോടെ എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു അനിയനില്ല. വാസുടെങ്കിലും എന്നെ മനസ്സിലാക്കണം. ലക്ഷ്മി എന്നെ സ്നേഹിച്ചത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെല്ലാവരും കൂടി മനസ്സുറപ്പിച്ച കല്യാണം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി എന്നെ കുറ്റക്കാരനാക്കരുത്. എനിക്കത് സഹിക്കില്ല. നിന്നെ ചിരിക്കാത്ത നേരത്ത് എല്ലാരെയും പെട്ടെന്ന് വിളിപ്പിച്ചപ്പം ഒന്ന് ഭയന്നു. ഇപ്പോഴാ ആശ്വാസമായത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കല്യാണക്കാര് സംസാരിക്കാനായിരിക്കും. എന്തേ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഇവന് പ്രായം കൂടുതലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതാണ് ഇന്നലെ അമ്മാവൻ എന്നെ സൂക്ഷിച്ചു നോക്കിയതല്ലേ? അതെ 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 അതെ. ആശന്റെ മാമ രണ്ടുപേർക്ക് സംസാരിക്കാൻ. ഓ, പിന്നെ നീ അവളെ കാണാത്തതല്ലേ?
വെറുതെ ചളവള സംസാരിച്ച് നീ അവൾക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കണ്ട ഇരിക്കേ ആശക്കെന്നെ ഭയങ്കര ഇഷ്ടോ അവൾ എന്നോട്